സ്നേഹമുള്ളവരെ, നമ്മൾ ഒരുമിച്ചുള്ള ഇന്നത്തെ തീർത്ഥയാത്ര നമ്മൾ പോകുന്നത് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ അടുത്തേക്കാണ്. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ പറക്കുന്ന വിശുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത്. വിമാനയാത്രികരുടെയൊക്കെ മധ്യസ്ഥനും കൂടിയാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ. നമ്മൾ റോമിൽ നിന്ന് റീജിയണൽ ട്രെയിൻ എടുത്ത് ഏകദേശം 300 കിലോമീറ്റർ ട്രാവൽ ചെയ്താണ് അങ്കോണയിൽ എത്തുന്നത്. അങ്കോണയിൽ നിന്ന് നമ്മൾ ഓഫിമോയിലേക്കുള്ള ബസ് എടുത്താണ് നമ്മൾ ഓഫിമോയിലേക്ക് എത്തുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് മലമുകളിലേക്ക് വലിയൊരു ലിഫ്റ്റിലാണ് നമ്മൾ വീണ്ടും പോവുക. കാരണം ഒരു മലയുടെ മുകളിലാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ കത്തീഡ്രൽ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടുള്ള യാത്ര ഈ ലിഫ്റ്റിൽ ഒരു 15 മിനിറ്റോളം ഈ ലിഫ്റ്റ് നമ്മളെ ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആ മലയുടെ മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കാണുക. മലമുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അല്പം നേരം നടന്നാൽ നമ്മൾ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ ബസലിക്ക ദേവാലയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. നമുക്ക് ഈ ബസലിക്ക ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയും വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ ജീവിതം എന്താണെന്ന്, ആ ജീവചരിത്രം നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. 1602 വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ ജനിക്കുന്നത്. അപ്പൻ ഒരു ചെരുപ്പുകുത്തിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ജോസഫ് കുപ്പർത്തീനോ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അപ്പൻ മരണമടയുകയും ചെയ്തു. അതുകൊണ്ട് അമ്മ ഫ്രാൻസിസ്കയാണ് ജോസഫ് കുപ്പർത്തീനയെ വളർത്തി വലുതാക്കിയത്. എന്നാൽ വളരെ പഠിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള, അതുപോലെ തന്നെ ബുദ്ധിശേഷി കുറവായ ഒരാളായിട്ടാണ് ജോസഫ് കുപ്പർത്തീനയെ സമൂഹം കണ്ടിരുന്നത്. 17ാമത്തെ വയസ്സിൽ ജോസഫ് കുപ്പർത്തീനയെ ഫ്രാൻസിസ്കയുടെ സഹോദരനായ ജോവാനി ആശ്രമ സുപ്പീരിയറായ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ കൊണ്ടുവന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു, ഇവൻ ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഫാദർ ജോവാനിയും സഹോദരന്മാരും ജോസഫ് കുപ്പർത്തീനയെ സ്വീകരിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ മനസ്സിലായി ഇവനൊന്നും പഠിക്കാനായിട്ട് സാധിക്കാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ജോസഫ് കുപ്പർത്തീനോ ആ സ്ഥലത്തെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിലെ കന്നുകാലികളെ നോക്കുന്ന ജോലി ചെയ്തു. അത് വളരെ മനോഹരമായിട്ട് അവൻ ചെയ്യുകയും ചെയ്തു. ഒരിക്കലും ബിഷപ്പ് സന്ദർശനത്തിനായിട്ട് വന്നപ്പോൾ കച്ചികൾക്കിടയിൽ 2 ആട്ടിൻ കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ജോസഫ് കുപ്പർത്തീനയെ കാണുക. ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ജോസഫ് കുപ്പർത്തീനോ പറയുക, ഈ ആട്ടിൻകുഞ്ഞുങ്ങളുടെ അമ്മ ഇന്നലെ പ്രസവിച്ചപ്പോൾ മരിച്ചുപോയി. ഈ കുഞ്ഞുങ്ങൾക്ക് ചൂട് നൽകാനായിട്ടാണ് ഈ കച്ചിക്കുള്ളിൽ ഇവരെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതെന്ന്. അതായിരുന്നു ജോസഫ് കുപ്പർത്തീനോയുടെ മനോഭാവം. പ്രാർത്ഥനയായിരുന്നു ജോസഫ് കുപ്പർത്തീനോയുടെ മെയിനായിട്ടുള്ള സംഭവം. അവൻ്റെ പ്രായശ്ചിത്തവും എളിമയും അനുസരണവും ഒക്കെ തലവന്മാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ 25ാമത്തെ വയസ്സിൽ പൗരോഹിത്യം നൽകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 15ാം അധ്യായമാണ് ഓറൽ പരീക്ഷയ്ക്ക് പറയുവാനായിട്ട് കിട്ടിയത്. അത് വളരെ മനോഹരമായിട്ട് ജോസഫ് കുപ്പർത്തീനോ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പൗരോഹിത്യം സ്വീകരിച്ചു. ശരിയായി വായിക്കാൻ വേണ്ട രീതിയിലൊക്കെ അറിയത്തില്ലെങ്കിൽ പോലും ദൈവനിവേശിതമായ വിജ്ഞാനം, അത് ഏത് ദൈവശാസ്ത്ര പ്രശ്നവും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ദൈവം അദ്ദേഹത്തിന് നൽകിയിരുന്നു. പരഹൃദയ ജ്ഞാനവും പ്രവചനപരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് അവിടെ സുപ്പീരിയറായിരിക്കുന്ന അച്ഛൻ നമ്മളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആ അച്ഛനാണ് ഈ സ്ഥലമൊക്കെ നമ്മളെ കാണിച്ചു തരികയും എല്ലായിടത്തും കൊണ്ടുപോയി നമ്മൾ ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തുകൊണ്ടിരിക്കുക. അച്ഛൻ നമ്മളെ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ആ ദേവാലയം നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങോട്ട് നമുക്ക് നീങ്ങാം. ഇത് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന പേഴ്സണൽ കുർബാന മാത്രം ചെല്ലാനായിട്ട് അദ്ദേഹത്തെ അനുവദിച്ചുള്ളൂ. കാരണം പട്ടം കിട്ടിയ ആദ്യ നാളുകളിൽ തന്നെ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ മുകളിലേക്ക് പൊങ്ങി പോവുകയാണ്. മേൽക്കൂരയൊക്കെ തകർത്താണ് മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ പേഴ്സണൽ കുർബാന മാത്രം ചെല്ലാനായിട്ടാണ് സഭ അനുവദിച്ചുള്ളൂ. എന്നിരുന്നാലും അദ്ദേഹം പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ മുകളിലേക്ക് പറന്നുയരുമായിരുന്നു. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തിന് സ്ഥലം മാറ്റവും കൊടുത്തിരുന്നു. ഈ കാണുന്ന ആശ്രമം അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ കബറിടത്തിനോട് ചേർന്നുള്ള ഫ്രാൻസിസ്കാൻ ആശ്രമമാണ്.
ഇവിടെ ഈ ഒരു ചെറിയ റൂമിലാണ് വിശുദ്ധ കുപ്രത്തീനോയെ താമസിക്കുവാനായിട്ട് അനുവദിച്ചത്. ഈ ഒരു സെല്ലിൽ അദ്ദേഹം കിടന്നിരുന്ന അവിശുദ്ധമായ കട്ടില്, അതുപോലെ തന്നെ അദ്ദേഹം താമസിച്ച ആ റൂമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ഒരു ചെറിയ 4 ചുവരുകൾക്കുള്ളിലാണ് അദ്ദേഹം ജീവിച്ചത്. ഇവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് അദ്ദേഹം ചെലവഴിച്ചത്. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം പുറത്തേക്ക് ആൾക്കാരെ കാണാനോ ഒന്നും അനുവദിച്ചില്ല. അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു വിശുദ്ധ ജോസഫ് കുപ്രത്തീനോയുടെ. 4 ചുവരുകൾക്കുള്ളിൽ വിശുദ്ധിയോടെ ജീവിച്ച വിശുദ്ധ ജോസഫ് കുപ്രത്തീനോ. ആ ചുവരിന് ഇപ്പുറത്ത് ഇപ്പോൾ അതിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതാണ് ജോസഫ് കുപ്രത്തീനോ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ഈ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ ആശ്രമത്തിലെ ചെറിയൊരു ചാപ്പല്. ഇവിടെയും അദ്ദേഹം മുകളിലേക്ക് പൊങ്ങി, മേൽക്കൂരയൊക്കെ ഇടിച്ച് മുകളിലേക്ക് പൊങ്ങിപ്പോവായിരുന്നു. ജോസഫ് കുപ്രത്തീനോയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ വീണ്ടും ഓഫിമോയിലേക്ക് തിരിച്ചു വരികയാണ്. അവിടുത്തെ അണ്ടർഗ്രൗണ്ടിലുള്ള വിശുദ്ധ ജോസഫ് കുപ്രത്തീനോയുടെ പേരിലുള്ള ഒരു മ്യൂസിയമാണ് നമ്മളിവിടെ കാണുക. ജോസഫ് കുപ്രത്തീനോയുടെ അന്നത്തെ കാലത്ത് അദ്ദേഹം ഉപയോഗിച്ച പ്രാർത്ഥനാ പുസ്തകങ്ങളും പാത്രങ്ങളും അതുപോലെ തന്നെ ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ റിലിക്സുകളായിട്ട് വിശുദ്ധൻ ഉപയോഗിച്ച, ഏറ്റവും അടുത്തുപയോഗിച്ച വസ്തുക്കളായിട്ട് ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതിലൂടെയൊക്കെ നടന്ന് നീങ്ങുമ്പോൾ വിശുദ്ധൻ്റെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ ഉപയോഗിച്ച ചാലീസുകളൊക്കെയാണ് നമ്മൾ കാണുക. ആ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, പ്രാർത്ഥനയിൽ ജീവിക്കുവാൻ അദ്ദേഹം മുകളിലേക്ക് പറന്നുയർന്നത് വേറെ എന്തൊരു കാരണവുമല്ല, ഈശോയോടുള്ള സ്നേഹത്താൽ കത്തി ജ്വലിക്കുകയായിരുന്നു വിശുദ്ധൻ. ആ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ ഈശോയുടെ അടുത്തേക്ക് പോകാനുള്ള തീഷ്ണതയിലായിരുന്നു വിശുദ്ധ ജോസഫ് കുപ്രത്തീനോ. അദ്ദേഹത്തിന് അന്തരീക്ഷത്തിലൂടെ പറക്കുവാനുള്ള കഴിവുണ്ടായിരുന്നെന്നും പള്ളിയുടെ വാതിൽക്കൽ നിന്ന് ബലിപീഠത്തിലേക്ക് ജനക്കൂട്ടത്തിൻ്റെ മീതെ പറക്കുന്നത് നൂറുകണക്കിന് ആളുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വിശുദ്ധൻ തിരുപ്പട്ടം സ്വീകരിച്ചതിന് ശേഷം ആദ്യ നാളുകളിൽ സംഭവിച്ചതാണ്. പിന്നീട് വിശുദ്ധനെ വീട്ടുതടങ്കലിലാക്കുകയായിരുന്നു. ചിലർ പറഞ്ഞു പിശാച് ബാധിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുതടങ്കലിലായിരുന്നു. എന്നാൽ അവിടെ കൂടുതലും പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുകയും പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായി കൊണ്ട് വിജ്ഞാനത്തിൽ അദ്ദേഹം വളർന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധനെ തേടി ഒത്തിരി മഹത് വ്യക്തികൾ വിജ്ഞാനം അന്വേഷിച്ച് വിശുദ്ധൻ്റെ അടുത്ത് പല പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനായിട്ട് വിശുദ്ധനെ പ്രൈവറ്റായിട്ട് കാണുവാനായിട്ട് വന്നിരുന്നു. ഇതാ നമ്മൾ വിശുദ്ധനെ അടക്കിയിരിക്കുന്ന വിശുദ്ധൻ്റെ കബറിടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ വിശുദ്ധൻ്റെ ഒരു രൂപം നമുക്ക് കാണാം. വിശുദ്ധൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ സ്നേഹിക്കുവാനായിട്ട്, പ്രാർത്ഥനയിലെ ഈശോയുമായിട്ട് ഒന്നായി തീരുവാനൊക്കെയായി നമുക്കും പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്താൽ സ്വർഗത്തിലേക്ക് പറന്നുയരാനായിട്ട് എപ്പോഴും തിടുക്കം കാണിച്ച വിശുദ്ധ കുപ്രത്തീനോയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങളെല്ലാം വിശുദ്ധ കുപ്രത്തീനോ വഴി ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. അവിടുത്തെ വലിയ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ ജോസഫ് കുപ്രത്തീനോയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.